ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സെറ്റ് അല്ലടാ, എല്ലാവരും അടിപൊളിയല്ലേ? അപ്പോ നമ്മൾ ജോഗ്രഫിയിൽ ഈ വരുന്ന പബ്ലിക് എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 4 മാർക്ക് ചോദ്യവുമായിട്ട് ഞാൻ വരുന്നു. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മാനവ വിഭവ വികസന ശേഷി ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉള്ള ഒരു ചോദ്യമാണ്. ഹൗ ഡസ് ദ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി? വിദ്യാഭ്യാസം എങ്ങനെ രാജ്യ പുരോഗതിക്ക് വഴിവെക്കുന്നു എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നോക്കാം, എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു രാജ്യത്ത് വിദ്യാഭ്യാസം കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ആ രാജ്യത്ത് വികസനം ഉണ്ടാവുക? അതാണല്ലോ ചോദിച്ച ചോദ്യം. ഹൗ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി? ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വിദ്യാഭ്യാസം എങ്ങനെ മുതൽക്കൂട്ടാവുന്നു എന്നുള്ള ചോദ്യം. നോക്കടാ, വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും? വിദ്യാഭ്യാസം കിട്ടുന്നു, അവരുടെ കഴിവുകൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. അതാണ് പറയുന്നത് ഇംപ്രൂവ് ദ സ്കിൽ ഓഫ് ഇൻഡിവിജ്വൽസ്, അല്ലെ? വ്യക്തികളുടെ കഴിവുകൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. അങ്ങനെ വ്യക്തികളുടെ കഴിവുകൾ വികസിച്ചാൽ സ്വാഭാവികമായിട്ടും എനിക്ക് വിദ്യാഭ്യാസം കിട്ടി, എൻ്റെ കഴിവ് വികസിക്കുകയാണ്, എനിക്ക് കൂടുതൽ കൂടുതൽ കഴിവുകൾ ഉണ്ടാകുന്നു. അതായത് അതിനർത്ഥം എന്താണ്? എനിക്ക് പുതിയ ടെക്നോളജികൾ അറിയാം, പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാൻ അറിയാം, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാം, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കാരണം എന്താ? എനിക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും എൻ്റെ മദറിനോ ഗ്രാൻഡ് മദറിനോ ഗ്രാൻഡ് പാരൻസിനോ അറിയില്ല. കാരണം എന്താ? അവർക്ക് എൻ്റെ അത്ര എഡ്യൂക്കേഷൻ ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത് എഡ്യൂക്കേഷൻ കിട്ടിയാൽ ഒരു വ്യക്തിയുടെ സ്കില്ല് കൂടും, കഴിവ് കൂടും. അതാ രണ്ടാമത് പറയുന്നത് സ്കിൽ ഇംപ്രൂവ് ദ സ്കിൽ ഓഫ് ഇൻഡിവിജ്വൽസ്. അങ്ങനെ അദ്ദേഹത്തിന് കഴിവ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്തൊക്കെ ടെക്നോളജികൾ ഉണ്ടെന്നറിയും. ബെറ്റേഴ്സ് ദ ടെക്നോളജിക്കൽ നോ, ഏതൊക്കെ ടെക്നോളജികളാണ്, സാങ്കേതിക വിദ്യകളാണ് ഇപ്പോൾ ഉള്ളതെന്നറിയും. ആൻഡ് ഹൗ, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നും അറിയും. അപ്പോൾ നല്ലൊരാൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ അദ്ദേഹത്തിന്റെ കഴിവ് വികസിക്കും, ഏതൊക്കെ ടെക്നോളജി ഉണ്ടെന്നറിയും, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയും. അപ്പോൾ ഒരാള് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നല്ല കഴിവുണ്ട്, ടെക്നോളജി അറിയാം, സ്വാഭാവികമായിട്ടും അയാൾക്ക് നല്ല ജോലി കിട്ടൂലേ? ദാറ്റ് ഈസ് ഹെൽപ്പ് ദ സെക്യൂർ ബെറ്റർ ജോബ്. നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടിയാലോ ആൻഡ് ഇൻകം, നല്ല വരുമാനവും കിട്ടും. അപ്പൊ നല്ല ജോലിയും നല്ല വരുമാനവും ഉണ്ടെങ്കിലും അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗുണനിലവാരം, അദ്ദേഹത്തിന്റെ ജീവിത ഗുണനിലവാരം എന്ത് ചെയ്യും? ഉയരും, അല്ലെ? അദ്ദേഹത്തിന്റെ നിലവാരം തന്നെ ഉയരും. അങ്ങനെ ഓരോ വ്യക്തിക്കും എഡ്യൂക്കേഷൻ കിട്ടുന്നു, സ്കില്ല് കൂടുന്നു, ടെക്നോളജി കൂടുന്നു, അവൻ നല്ല വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഓരോ രാജ്യത്തിലെയും ഓരോ വ്യക്തിയും ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ എന്താകും? വികസനത്തിലോട്ട് വരും. അതാണ് പറഞ്ഞത്. ഹൗ എഡ്യൂക്കേഷൻ നോക്കുക, മലയാളം മീഡിയം നോക്കുക. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തികളുടെ കഴിവ് എന്ത് ചെയ്യും? മെച്ചപ്പെടും. അങ്ങനെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് എന്ത് ചെയ്യും? അവർക്ക് ലഭ്യമാകും. മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാകും. അങ്ങനെ അദ്ദേഹത്തിന് എന്താകും? ജീവിത നിലവാരം ഉയരുന്നു. ഒരു രാജ്യത്തെ എല്ലാ ആളുകളുടെയും ജീവിത നിലവാരം ഉയർന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വികസനം ഉറപ്പാണ്. നിങ്ങൾക്ക് വികസനം വേണോ? നിങ്ങൾ എഡ്യൂക്കേഷൻ എടുക്കൂ. നിങ്ങൾക്ക് വികസനം വേണോ? നിങ്ങൾ വിദ്യാഭ്യാസം നേടൂ. നിങ്ങൾ വിദ്യാഭ്യാസം നേടണോ? പരീക്ഷയ്ക്ക് മാർക്ക് നേടൂ. സെറ്റ് അല്ലേ? A+ അല്ലേ? A+ലോട്ടുള്ള ഒരു ചോദ്യം.